ബാക്കിയുള്ള ക്യാൻസേഴ്സ് പോലെയല്ല കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറയും. കുടൽ കട്ട് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ലീക്ക് ചെയ്താൽ നമുക്ക് 99% മോർട്ടാലിറ്റി, അതായത് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് 10 years 20 years ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും യങ്സ്റ്റേഴ്സിനാണ് ഈ അസുഖം ബാധിക്കുന്നതായിട്ട് കാണുന്നത്. ഇത് പൈൽസ് ആണ്, പോട്ടെ സാരമില്ല എന്ന് അവഗണിക്കുന്നതിന് മുമ്പ് ഇത് ഇന്നത് തന്നെയാണ് എന്ന് നമ്മൾ ഒന്ന് കൺഫേം ചെയ്യണം. ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യരുതെന്നാണ് കൂടുതൽ എടുത്തു പറയാനുള്ളത്. അത് പൈൽസ് ആണെന്ന് നമ്മൾ ഒരിക്കലും ഒരു മുൻവിധി അതിൽ എഴുതാൻ പാടില്ല. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും 3 വർഷം 5 വർഷം കൂടുമ്പോൾ റുട്ടീനായിട്ട് എല്ലാ ആൾക്കാർക്കും കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നമുക്ക് നേരത്തെ തന്നെ ഈ അസുഖം ഉള്ളവർക്ക് കണ്ടുപിടിച്ച് എടുക്കാൻ പറ്റും. ഒരു പോളിപ്പ് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ അത് ഏത് ടൈപ്പ് പോളിപ്പാണെന്ന് നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കണം. ആളെ കിട്ടത്തില്ല, അല്ലെങ്കിൽ ലൈഫിന് അത്രയും ത്രെറ്റ് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോമ ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നത്തില്ല. ഹലോ ആൻഡ് വെൽക്കം ടു വൈറ്റൽ വോയിസസ് ബൈ SP Medifood. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കോളറെക്ടൽ ക്യാൻസറിനെ പറ്റിയാണ്. അതിനായി നമ്മുടെ ഇപ്പം ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ അനുഷ് മോഹൻ, അവർ കൺസൾട്ടന്റ് ഗാസ്ട്രോ സർജൻ. ഹി വിൽ ബ്രീഫ് ഓൺ എവറിത്തിങ് റിലേറ്റഡ് ടു കോളറെക്ടൽ ക്യാൻസർ. വെൽക്കം ഡോക്ടർ. Let's start from the basics. So what is exactly colorectal cancer? ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ആദ്യം ഫുഡ് കഴിക്കുന്നത് നേരെ നമ്മൾ ഫുഡ് പൈപ്പ് അഥവാ അന്നനാളം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സ്റ്റൊമക്കിലേക്ക് പോകും. സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അഥവാ ചെറുകുടൽ, അത് കഴിഞ്ഞാൽ വൻകുടലിലേക്ക് പോകും. വൻകുടലിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ മോഷൻ ഫോം ചെയ്തിട്ട് മലാശയം, മലദ്വാരം, അതുവഴി മോഷൻ അങ്ങ് പാസ് ചെയ്തു. അപ്പോൾ ഈ വൻകുടലിൽ വരുന്ന ക്യാൻസറും മലാശയത്തിൽ വരുന്ന ക്യാൻസറും രണ്ടും കൂടെ ചേർത്തിട്ടാണ് കോളോറെക്ടൽ അഥവാ വൻകുടൽ ക്യാൻസറിനെ കോളൻ ക്യാൻസർ എന്നും മലാശയ ക്യാൻസറിനെ റെക്ടൽ ക്യാൻസർ എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് എപ്പോഴും ഡിസ്കഷൻ നടക്കുന്നത്. കാരണം വൻകുടൽ ക്യാൻസറിൻ്റെയും മലാശയ ക്യാൻസറിൻ്റെയും കോളൻ ക്യാൻസറിൻ്റെയും റെക്ടൽ ക്യാൻസറിൻ്റെയും കൂടെ ചേർത്ത് കോളോറെക്ടൽ ക്യാൻസർ എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിക്കോസ് കോളോറെക്ടൽ ക്യാൻസറിൻ്റെ സ്വഭാവം രണ്ടും ഒരേ നേച്ചറുള്ള ക്യാൻസറാണ്. കോളൻ്റെ ആയാലും രക്തത്തെ. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും നമ്മൾ ഒരുമിച്ചാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ കോളനിലോ രക്തത്തിലോ ആയാലും ഇതിൻ്റെ സ്വഭാവം ഏകദേശം സിമിലർ ആണ്. സോ ദാറ്റ് ഇസ് വൈ കോളോറെക്ടൽ ക്യാൻസർ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പറയാറ്. ഓക്കെ, നമ്മൾ ഈ കൊളോണിക് പോളിപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഇൻഡസ്ട്രീനകത്ത് ചെറിയ ചെറിയ പോളിപ്പുകളായിട്ട് വരുന്നത്, അത് ശരിക്കും ഒരു സ്കിൻ ടാഗ് പോലെ വരുന്നതാണോ, അതോ ഇത് തന്നെയാണോ നമുക്ക് ക്യാൻസർ ആയിട്ട്, ഈ കൊളോണൽ ക്യാൻസർ ആയിട്ട് മാറുന്നത് ഈ ഒരു പോളിപ്പിൽ നിന്ന് അങ്ങനെ മാറുന്നുണ്ടോ? അതിന്റെ റിസ്ക് ഫാക്ടർ എന്താണ്? സ്കിൻ ടാഗ് നമുക്ക് അറിയാൻ പോലെ സ്കിൻ ടാഗിൻ്റെ ഒരു ഷേപ്പ് പോളിപ്പിനുണ്ടാവുള്ളൂ. അതായത് നമ്മൾ ഈ വൻകുടലിനകത്തും രക്തത്തിനകത്തൊക്കെ ചെറിയ ചെറിയ ഈ മുകുളങ്ങൾ എന്ന് പറയും, മുകുളങ്ങൾ, ദശ എന്നൊക്കെ പറയും പോലെ ചെറിയ ചെറിയ ഗ്രോത്തുകളാണ് പോളിപ്പ് എന്ന് പറയുന്നത്. ഈ പോളിപ്പ് പ്രശ്നക്കാരനാകാം, അല്ലാതെ ഇരിക്കാം. അപ്പോൾ അത് ഒരു പോളിപ്പ് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ അത് ഏത് ടൈപ്പ് പോളിപ്പാണെന്ന് നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു പോളിപ്പ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് അവെയർ ആവണം. ദാറ്റ് പോളിപ്പ് വന്നിട്ടുണ്ട്, ആ പോളിപ്പിൽ നിന്ന് നമ്മൾ ബയോപ്സി എടുക്കണം. അത് പലതരം പോളിപ്പുണ്ട്. ട്യൂബുലർ അഡിനോമ, ട്യൂബുലോ വില്ലസ് അഡിനോമ, വില്ലസ് അഡിനോമ എന്നൊക്കെ. അപ്പോൾ ട്യൂബുലർ അഡിനോമയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് റീഅഷ്യൂർഡ് ആയിട്ട് ഇരിക്കാം. അത് റിമൂവ് ചെയ്താൽ അതോടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. വില്ലസ് അഡിനോമ ആകുമ്പം ഇത് രണ്ടാമത് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മാത്രമല്ല, ഇത് വേണ്ടാന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ചും കൂടെ ക്യാൻസറസ് ആകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇതിൽ തന്നെ ഡിസ്പ്ലേസിയ എന്നൊക്കെ പറയുന്ന ഒരു ഘടകം കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അതായത് ലോ ഗ്രേഡ് ഡിസ്പ്ലേസിയ ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഹൈ ഗ്രേഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വറീഡാകേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കോളറെക്ടൽ ക്യാൻസർ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്തൊക്കെ സിംറ്റംസ് ആണ് അത് ഉണ്ടാകുന്നത്? അത് ഈ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് നമ്മൾ കോളറെക്ടൽ ക്യാൻസർ അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും അറിയുന്നത്. അത് ഒരുപക്ഷെ നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മോഷൻ പോകുമ്പോൾ ബ്ലഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ റീസെൻ്റ് ആയിട്ടൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, 76 year old ലേഡി, 76 വയസ്സുണ്ടായിരുന്നു. ആ അമ്മയാണെങ്കിൽ മോഷനിൽ ബ്ലഡ് പോകുന്നു, എനിക്ക് പൈൽസ് ആണെന്ന് സ്വന്തമായിട്ട് അങ്ങ് സ്വയം തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ പൈൽസ് ആണെന്ന് അങ്ങ് തീരുമാനിച്ചു, സ്വന്തമായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കി.
എന്ന് നോക്കി ഒരു 6 മാസം 7 മാസം ബ്ലീഡിങ് തുടർന്ന് ഉണ്ടായിരുന്നു. പക്ഷേ പൈൽസ് ആണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ച് ചെറിയ സ്വന്തമായിട്ടുള്ള വീട്ടിലൊക്കെ കൈപ്പൊടികളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് സ്റ്റേജ്, അതായത് 8 മാസം ടൈം വേസ്റ്റായി. ഞങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അത് ഒരു അഡ്വാൻസ്ഡ് ഗ്രോത്തായി മാറുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 7-8 മാസം സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സിംറ്റംസ് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. എന്ന് പറഞ്ഞാൽ വാച്ച് ചെയ്തില്ലെങ്കിലും ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യരുതെന്നാണ് കൂടുതൽ എടുത്തു പറയാനുള്ളത്. സോ അപ്പോൾ അതായത് ഈ പൈൽസും ഈ റെക്ടൽ ഇതുമായിട്ട് നമുക്ക് കൺഫ്യൂസിങ് അതിപ്പോൾ പബ്ലിക് ഇപ്പം നമ്മളത് നോക്കി കൺഫേം ചെയ്യുന്നിടത്തോളം അത് പൈൽസ് ആണെന്ന് നമ്മൾ ഒരിക്കലും ഒരു മുൻവിധി അതിൽ എഴുതാൻ പാടില്ല. സോ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും. ഇതുമായിട്ട്? ഓക്കെ. മിക്കവർക്കും പിന്നെ ഒരു ഇതാണല്ലോ, ഒരു സ്റ്റിഗ്മയാണ്. മോഷനിൽ ബ്ലഡ് പോകുന്നു, ഒരു ഡോക്ടറെ പോയി കാണുന്നു. ഇപ്പോൾ ഒരു മെയിൽ ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരു ലേഡി ഡോക്ടറാണ്, അപ്പോൾ അവർക്ക് പോയി കണ്ട് പറഞ്ഞ് തുറന്ന് ഒരു ഇത് ഉണ്ടാവും. പിന്നെ മറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മോഷനിൽ കൂടെ ബ്ലഡ് പോകുന്നത് കൂടാതെ മോഷനിൽ കൂടെ കഫം പോലെ പോവും. കഫം പോലെ മ്യൂക്കസ് ബ്ലഡ് ഇല്ലാണ്ട് മ്യൂക്കസും പിന്നെ മ്യൂക്കസും ബ്ലഡ് മിക്സ് ആയി വരാം. ഇതിന്റെ സിംറ്റം തന്നെയാണ്. കോളനിൽ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ അതങ്ങനെ വരാം. രക്തത്തിൽ ഗ്രോത്ത് കഴിഞ്ഞാൽ അങ്ങനെ വരാം. ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ട്യൂമർ ആയി കഴിഞ്ഞാൽ ഇത് കയറി കുറച്ചൊന്ന് ബ്ലോക്ക് ചെയ്യുന്ന ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ സ്പ്യൂരിയസ് ഡയറിയ അഥവാ ഓൾട്ടേർഡ് ബൗൽ ഹാബിറ്റ്സ് എന്നുള്ളത്, അത് ചില ആൾക്കാർക്ക് ചിലപ്പം മലം പോവാതെ ഒരു ഫീലിംഗ് വരും, കോൺസ്റ്റിപ്പേഷൻ പോലെ വരും. കുറച്ച് കഴിയുമ്പോൾ ഒരു 2-3 ദിവസം പോകാതെ ഇരുന്നിട്ട് ഒരു 4 ദിവസം കഴിയും, 4ാമത്തെ ദിവസം എല്ലാം കൂടെ ഇത് കളക്ട് ചെയ്തിട്ട് അങ്ങ് വെള്ളം പോലെ ഇളകി അങ്ങ് പോകും. അപ്പോൾ ഇത് കോൺസ്റ്റിപ്പേഷനും ഡയറിയും മാറി വരാം. പിന്നെ ആൾക്കാർക്ക് ഒരു ഓൾട്ടേർഡ് ബൗൽ ഹാബിറ്റ്സ് റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്ന വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷനോ ഡയറിയൊക്കെ മാറി വരാം. പിന്നെ ഒരു അകാരണമായിട്ടൊരു നമുക്കൊരു ക്ഷീണം, ഒരു വിളർച്ചയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു നമ്മൾ ഈ അറിയാതെ ബ്ലഡ് പോയിട്ട് നമ്മൾ ഈ ബോഡിയിൽ ബ്ലഡിൻ്റെ അളവ് കുറയുമ്പോൾ അതിനൊക്കെ ഇവാലുവേഷൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കോളൻ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും നമ്മൾ ഇവാലുവേഷനിൽ നമ്മളൊരു ഇഗ്നറൻസ് കാണിക്കാൻ പാടില്ല. അപ്പം ലോസ് ഓഫ് വെയിറ്റ്, പിന്നെ കൂടാതെ വെയിറ്റ് നമ്മൾ അകാരണമായിട്ട് വെയിറ്റ് കുറയുന്നു, വിശപ്പില്ലായ്മ, ഇതെല്ലാം ചിലപ്പോൾ ഇവാലുവേഷനിൽ കൊണ്ട് എത്തിക്കുന്നത് ഒരു കോളൻ ക്യാൻസർ ആകാം. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, കോളറൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്? മെയിനായിട്ടെന്നുള്ളത് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ നമ്മൾ പരിശോധനയിലൂടെ തന്നെ നമുക്കൊരു ഐഡിയ കണ്ടെത്താൻ പറ്റും. അതായത് ആദ്യത്തെ ലാസ്റ്റ് പാർട്ട് നോക്കുമ്പോൾ തന്നെ പൈൽസ് ആണോ, ഫിഷറാണോ, ഫിസ്റ്റുലയാണോ, കോളൻ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ബെഡ് സൈഡ് എക്സാമിനേഷൻ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. അതിൽ ക്ലിയർ ആയില്ലെങ്കിൽ മാത്രമേ നമ്മൾ മറ്റ് ടെസ്റ്റുകളായിട്ടുള്ള സിഗ്മോഡോസ്കോപ്പി, എൻഡോസ്കോപ്പി, അടിയിൽ കൂടെ കുഴലിറക്കിയുള്ള ടെസ്റ്റുകളുണ്ട്, സിഗ്മോഡോസ്കോപ്പി എന്ന് പറയും. അതിലും കണ്ടില്ലെങ്കിൽ അതിന് ബിയോണ്ട് ആയിട്ട് നോക്കുന്ന കൊളോണോസ്കോപ്പി, പിന്നെ CT സ്കാൻ, അങ്ങനെ ഒരുപാട് ടെസ്റ്റ്. കൊളോണോസ്കോപ്പി ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇതാണോ? എല്ലാവർക്കും ചെയ്യാൻ പേടി, കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. അതെ, നമ്മൾ ഈ പെയിൻ ടോളറൻസ് എല്ലാവർക്കും ഒരുപോലെയല്ല. നമ്മൾ ഈ കുടലിൽ അങ്ങനെ വേദന ഉണ്ടാക്കുമ്പോൾ കുടലിങ്ങനെ പെയിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അവയവം അല്ല. പക്ഷെ കുടലിൽ നമ്മൾ ഗ്യാസ് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പം കുറച്ചൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. അതാണ് പെയിനായിട്ട് അസ്യൂം ചെയ്യുന്നത്. പിന്നെ ഇത് ഭയങ്കര അപ്രിഹെൻസീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം പെയിനായിട്ടൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജനറലി കൊളോണോസ്കോപ്പി അത്ര പെയിൻഫുൾ അല്ല. പിന്നെ വളരെ അപ്രിഹെൻസീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമുക്കൊരു വേറെ ഓപ്ഷൻസ് ഉണ്ട്. സെഡേഷനൊക്കെ കൊടുത്തിട്ട് കൊളോണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് വരത്തില്ല. പിന്നെ അതുപോലെ ഈ കോളൻ റെക്ടൽ ക്യാൻസറിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ നേരത്തെ. അപ്പം അത് എന്തൊക്കെയാണ് സ്റ്റേജസ്, ഏതൊക്കെ സ്റ്റേജസാണ് ഉള്ളത്? സ്റ്റേജസ് നമ്മൾ എല്ലാ അസുഖങ്ങൾക്ക് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ട്യൂമർ ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിങ്ങനെ വളർന്ന് വരും. വളർന്ന് ഒരു കുടലിൻ്റെ പുറത്തേക്ക് പോയി അടുത്തുള്ള അവയവങ്ങളിലേക്ക് അങ്ങ് സ്പ്രെഡായി ആ അവയവങ്ങളിലോട്ടും ഇത് കാർന്ന് പറ്റി പിടിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ഇത് കഴലയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ കഴലകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ലിവറിലേക്കും ലങ്സിലേക്കും ഒക്കെ സ്പ്രെഡ് ആവാനുള്ള സാധ്യത. ഇതനുസരിച്ചാണ് ഏത് സ്റ്റേജ് എത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ MRI സ്കാൻ, CT സ്കാൻ, നെഞ്ചിൻ്റെ CT സ്കാൻ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് ഗ്രോത്ത് എത്രത്തോളം സ്പ്രെഡായി അപ്പോഴാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചിലര് ഈ അസൈറ്റിസ്, നമ്മൾ ഒരു വയറ് ചാടിയിട്ടുള്ള ഒരു കണ്ടീഷൻസിൽ വരാറുണ്ടല്ലോ. അപ്പൊ അത് എല്ലാവരും ലിവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിട്ടാണ്. വളരെ അഡ്വാൻസ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ലിവറിലോട്ടൊക്കെ വളരെയധികം സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ലിവറിന് ഡാമേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വയറിനകത്തൊക്കെ ഗ്രോത്തിന്റെ അംശങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ ഫ്ലൂയിഡ് വരും. അപ്പോൾ അതാണ് ഈ വയറ് പെരുക്കം, വയറ് അസ്വസ്ഥയൊക്കെ വരുന്നത്.
അങ്ങനെ കാണും. അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജ്, ആയിട്ട് വളരെ ലേറ്റ് വരുന്നതാണ്. അത് നമുക്ക് ക്യൂറബിൾ ആണോ ട്രീറ്റ് ചെയ്തിട്ട്? അല്ല, ഈ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയാലും ക്യൂറബിൾ എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ പാലിയേറ്റീവ് കെയർ എന്ന് പറയും. അപ്പം അത്രയും ഒരു അഡ്വാൻസ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ക്യൂർ റേറ്റ് ചാൻസസ് കുറവാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളിത് എത്രയും നേരത്തെ ഇതിനെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദ ബെറ്റർ അതെ, ഓപ്ഷൻ അല്ലേ? തീർച്ചയായും, നമ്മൾ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നാൽ ഇത് സിവിയർലിറ്റിയിലോട്ട് പോവും അല്ലേ? തീർച്ചയായും. അപ്പോൾ സോ ഈ ഏർലി ഡിറ്റക്ഷൻ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജിൽ സിംറ്റംസ് നമുക്ക് അറിയാൻ പോലും പറ്റാറില്ല. അപ്പോൾ സോ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? നമ്മളിത് എന്താണ്, ഇതിനെ സ്ക്രീനിങ് ചെയ്യണോ, ഇത് എങ്ങനെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് അതിന്റെ? പറഞ്ഞ പോലെ നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരാളിനൊരു സിംറ്റമേ ഇല്ലാത്തൊരവസ്ഥയിൽ ടെസ്റ്റുകൾ ചെയ്ത് അസുഖം കണ്ടുപിടിക്കുന്നതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു പേഷ്യൻ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല, ആ ഒരാളിന് യാതൊരു ലക്ഷണവുമില്ല, പക്ഷേ ഹീസ് പുട്ട് ഇൻ റുട്ടീൻ സ്ക്രീനിങ് പ്രോട്ടോക്കോൾ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കോളോറക്ടൽ ക്യാൻസറിന് തീർച്ചയായിട്ടും സ്ക്രീനിങ് പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഇവിടെ നമ്മൾ പാർട്ട് ഓഫ് വേൾഡിൽ അത്ര ഫോളോഡ് അല്ലെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ റെഗുലർ സ്ക്രീനിങ് നടക്കുന്നത്. 50 വയസ്സിന് മേലിൽ ഉള്ള ആൾക്കാർക്ക് 3-5 വർഷം കൂടുമ്പോൾ മോഷനിൽ ബ്ലഡിൻ്റെ അംശമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്ക്രീനിങ് മെത്തഡ് എന്ന് പറയുന്നത്. അതുകൂടാതെ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ദെൻ കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കും. അതായത് 3 വർഷം 5 വർഷം കൂടുമ്പോൾ റുട്ടീനായിട്ട് എല്ലാ ആൾക്കാർക്കും കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നമുക്ക് നേരത്തെ തന്നെ ഈ അസുഖം ഉള്ളവർക്ക് കണ്ടുപിടിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ക്യൂർ റേറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 4 പോലെ അല്ല ഫസ്റ്റ് സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഹീ ഈസ് ഗോയിങ് ടു ഹാവ് അനദർ നോർമൽ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് ക്യൂർ ആണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ക്രീനിങ് പ്രോട്ടോകോൾ നമുക്ക് ഫോളോ ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള ക്യാൻസേഴ്സ് പോലെ അല്ല, ബാക്കിയുള്ള ക്യാൻസേഴ്സ് പോലെയല്ല കോളോറക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ചെയ്താൽ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. സോ സ്ക്രീനിങ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അബോവ് 50 ഇയർ ഓഫ് ഏജ് അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ലിംഫ് നോഡ് ഒന്നും സ്പ്രെഡ് ഇല്ലെങ്കിൽ സർജറി മാത്രം ചെയ്ത് അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. കീമോതെറാപ്പിയോ ബാക്കി അഡീഷണൽ ട്രീറ്റ്മെന്റ് പോലും വേണ്ട. ഒരു 50 വർഷം പിന്നെ ഒരു കുഴപ്പമില്ലാതെ പോകും. ഓക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഡ്വാൻസ് സ്റ്റേജിൽ വരുവാണെങ്കിൽ എന്താണ്, സർജറിയിലോട്ട് പോവേണ്ടി വരും? അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഏത് സ്റ്റേജാണ് നമ്മൾ നോക്കണം. സെക്കൻഡ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സർജറി ചെയ്യേണ്ടി വരും. തേർഡ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ, തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് ആണെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അഡീഷണൽ ആയിട്ടുള്ള കീമോതെറാപ്പി, റേഡിയേഷൻ, അതിപ്പം നമ്മൾ വൻകുടലിലാണോ ആമാശയത്തിലാണോ വന്നതിനനുസരിച്ചിട്ട് റേഡിയേഷൻ ട്രീറ്റ്മെന്റും കീമോ ട്രീറ്റ്മെന്റും ഒക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ കൊളോണക്ടമി എന്ന് പറയാറുണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യേണ്ടി വരും? അത് ഈ ഹെമിക്കോളക്ടമി ഒക്കെ ഏത് സ്റ്റേജിലാണ് നമ്മൾ ചെയ്യുന്നത്? ഹെമിക്കോളക്ടമി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ ഗ്രോത്തിലും ആണെങ്കിൽ റൈറ്റ് ഹെമിക്കോളക്ടമി എന്നും, അതായത് വൻകുടലിലെ 2 സൈഡിലും ഉണ്ട്, 4 പാർട്ടുണ്ട്, 2 സൈഡിലുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലെ ഗ്രോത്തിനാണെങ്കിൽ റൈറ്റ് ഹെമിക്കോളക്ടമി എന്ന്, ലെഫ്റ്റ് സൈഡിലെ ഗ്രോത്തിന് ലെഫ്റ്റ് ഹെമിക്കോളക്ടമി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഏത് ഗ്രോത്ത് എവിടെ വന്നു എന്നനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൈറ്റ് ഹെമിക്കോളക്ടമി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സ്റ്റേജ് എന്നില്ല, നമ്മൾ എന്തായാലും അത് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബയോപ്സി നമ്മൾ നോക്കും. അതായത് നമ്മൾ ഗ്രോത്ത് കട്ട് ചെയ്ത് എടുത്ത് ബയോപ്സിക്ക് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ടിൽ എന്താണോ പറയുന്നത്, അതിൽ എത്രത്തോളം സ്പ്രെഡ് ഉണ്ട്, കഴലിൽ എത്രത്തോളം സ്പ്രെഡ് ഉണ്ടെന്ന് അനുസരിച്ചാണ് നമ്മൾ കീമോതെറാപ്പി വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. എന്താണ് ഈ സ്റ്റോമ എന്ന് പറയുന്നത്? എല്ലാവരും ഒരു ഭയാനകമായി കാണുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റോമ എന്ന് പറയുന്നത്. എല്ലാവർക്കും അതായത് ഈ സ്റ്റോമയ്ക്ക് ശേഷം ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റില്ല, അതോടെ ലൈഫ് അങ്ങനെ ഒരു ഡൗൺ, ഫിസിക്കലി മെന്റലി ഇമോഷണലി എല്ലാം ഡൗൺ ആറുണ്ട് ഈ സ്റ്റോമയെ കുറിച്ച് പറയുമ്പോൾ, കേൾക്കുമ്പോൾ തന്നെ. സ്റ്റോമ എന്ന് പറയുന്നത് നമ്മൾ ചില സാഹചര്യങ്ങളിൽ കുടൽ കട്ട് ചെയ്ത് തിരിച്ച് ഉടനെ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുടൽ കട്ട് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ലീക്ക് ചെയ്താൽ നമുക്ക് 99% മോർട്ടാലിറ്റി, അതായത് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മളൊരു റിസ്ക് എടുത്ത്, ആളിൻ്റെ ലൈഫിനൊരു റിസ്ക് എടുത്ത് നമ്മൾ കുടൽ കണക്ട് ചെയ്യാതെ പുറത്ത് കൊണ്ട് വയറിൻ്റെ ഭിത്തിയിൽ കൊണ്ട് വെക്കുന്നതിനാണ് സ്റ്റോമ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ സ്റ്റോമയിൽ കൂടെ ആയിരിക്കും മോഷൻ കുറച്ച് ദിവസം പോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടത്, നമ്മൾ ഇതൊരു റിസ്ക് എടുത്ത് കണക്ട് ചെയ്ത് ഇതെങ്ങനെ ലീക്ക് ചെയ്ത് പോയാൽ
ആളെ കിട്ടത്തില്ല, അല്ലെങ്കിൽ ലൈഫിന് അത്രയും ത്രെറ്റ് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോമ ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നത്തില്ല. ബെറ്റർ അതെ, ഓപ്ഷൻ ബെറ്റർ ഓപ്ഷനാണ്. കാരണം ഒരു അവസ്ഥ, ഒരു സിറ്റുവേഷൻ വന്നു പോയി നമുക്കൊരു മോർട്ടാലിറ്റിയിലേക്ക് പോകുന്നതിനേക്കാളും തീർച്ചയായിട്ടും താൽക്കാലികമായിട്ട് എന്തായാലും ഒരു മാസം 1.5 മാസം മാത്രമേ ഇത് വേണ്ടി വരും. ഫൈൻഡിങ് സൊല്യൂഷൻ എന്നുള്ളത് ഫൈൻഡിങ് സൊല്യൂഷൻ ടു ദാൻ ടേക്കിംഗ് എ റിസ്ക്. അപ്പൊ അത് പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞ് മോഷൻ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു നീരും ആ ബാക്കി പ്രോബ്ലംസ് ഒക്കെ സെറ്റിൽ ആയി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമുക്കിത് തിരിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും. 99% സ്റ്റോമയെ നമ്മൾ തിരിച്ച് ക്ലോസ് ചെയ്ത് പഴയപടി ദഹനമൊക്കെ നോർമലായിട്ട് നടക്കുന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു സമയത്ത് ഈ ഒരു കാര്യം, ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇംബൈബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് മെന്റലി അവർ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാനും, പിന്നെ ഇത് വളരെ ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഡിഫിക്കൽട്ട് പാത്ത് മാത്രമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് നമ്മൾ കയ്യിൽ നിന്ന് കിട്ടും. വൺസ് സ്റ്റോമ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു നോർമൽ ലൈഫിലേക്ക് പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ല, അങ്ങനെയുണ്ടോ? അതേ ഇത് നമുക്ക് ഈ സ്റ്റോമ ഞാൻ പറഞ്ഞല്ലോ 99% ഓഫ് ദ കേസസിലും സ്റ്റോമ നമുക്ക് തിരിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും. പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, സ്റ്റോമ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അതൊരു 1% ഓഫ് ദ എല്ലാ കേസും കൊണ്ട് നോക്കിയാൽ വെറും 1% മാത്രമേ കാണത്തുള്ളൂ. അതെന്നുള്ള താഴെ അറ്റം, അത് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ പെടുന്നതല്ല. കോളോറെക്ടൽ ക്യാൻസറിന് സ്റ്റോമ പെർമനന്റ് ആയിട്ട് വേണ്ടി വരാറില്ല. ഏനൽ കനൽ, അതായത് അതിൻ്റെയും താഴെ മലദ്വാരത്തിന്റെ തൊട്ടടുത്ത് മാത്രം ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴും മാത്രമേ നമുക്ക് ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് ഒരു പെർമനന്റ് സ്റ്റോമയിലേക്ക് പോകത്തുള്ളൂ. അതിപ്പം ഈ ഒരു കാര്യത്തിൽ അത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ സോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റോമ നമുക്ക് തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു റിവേഴ്സൽ ടൈമിംഗ് എത്രയാണ്? സ്റ്റോമ 6 ആഴ്ച, ജസ്റ്റ് 1.5 മാസത്തെ ഒരു ആവശ്യം മാത്രമേ വരത്തുള്ളൂ. പ്രൊവൈഡഡ് ഇടയ്ക്ക് വേറെ കീമോതെറാപ്പിക്ക് വേണ്ടി നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ഒന്ന് ഡിലേ ചെയ്യേണ്ട ആവശ്യം വരാതിരുന്നാൽ 1.5 മാസം കൊണ്ട് നമുക്ക് തിരിച്ച് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും നമ്മൾ നോട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിംറ്റമായിട്ട് നമ്മൾ ബ്ലഡ് ഇൻ സ്റ്റൂൾ എന്ന് പറഞ്ഞു. അതല്ലാണ്ട് ബ്ലാക്ക് സ്റ്റൂൾ എന്ന് കേൾക്കാറുണ്ട്, ചിലർ കേൾക്കാറുണ്ട്. അപ്പം അത് ഇതുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ, റിലേഷൻ ഉണ്ടോ? അങ്ങനെ ടെക്നിക്കലി അതിനെ നമ്മൾ മെലീന എന്നാണ് പറയുന്നത്. മെലീന, അതായത് മോഷൻ പോകുമ്പോൾ മോഷൻ നല്ല കറുത്ത നിറത്തിൽ പോയി ഒരു കീല് പോലെ, നമ്മൾ ഈ ടാറ് കീലൊക്കെ പോലെ അതിങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരും. അങ്ങനെയാണ് മെലീന. ഇത് ജനറലി കാണുന്നത് കോളോറക്ടൽ ക്യാൻസേഴ്സിലല്ല. നമ്മൾ ഈ മുകളിൽ നിന്ന് കുറെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് പൈപ്പ്, സ്റ്റൊമക്ക്, ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ബ്ലീഡിങ് നമ്മൾ ഈ ചെറുകുടലിൽ കൂടെ ഇങ്ങനെ ആ ബ്ലഡ് ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് നല്ലപോലെ ദഹനമൊക്കെ നടന്ന് ബ്ലഡിന്റെ കളർ മാറി ബ്ലഡ് ദഹിച്ച് വേറെ ഒരു ഫോമിലേക്ക് ആവുന്നതാണ് ഈ ബ്ലാക്ക് സ്റ്റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൂടുതലും ലോവർ ക്യാൻസേഴ്സിലല്ല വരുന്നത്, നമ്മൾ ഈ മേലോട്ടുള്ള പ്രോബ്ലംസിലാണ് അത് വരുന്നത്. അത് നമ്മൾ പല റീസൺസ് മുകളിൽ നിന്ന്, അതായത് ഈസോഫേഗസ്, ഫുഡ് പൈപ്പിന്റെ സ്റ്റൊമക്കിലെയും ബ്ലീഡിങ്ങിലാണ് മെലീന കാണുന്നത്. സോ നമ്മൾ ഇപ്പോൾ കോളറക്ടൽ ക്യാൻസറിൻ്റെ വരുവാണെങ്കിൽ ഫ്രഷ് ബ്ലഡ് കളർ റെഡ് കളർ അതാണെങ്കിൽ മാത്രമേ കോളറക്ടൽ ക്യാൻസർ ആണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. മറ്റാണെങ്കിൽ അല്ലാതെ അപ്പർ പാർട്ടിലോട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബ്ലഡ് ഇൻ സ്റ്റൂൾ എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ അത് എല്ലാം നമുക്ക് കോളറക്ടൽ ക്യാൻസർ ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റുമോ? അതേ വേറെ എന്തെങ്കിലും റീസൺസും കാരണം ഉണ്ടാവോ? ബ്ലഡ് സ്റ്റൂളിൽ കണ്ടു കഴിഞ്ഞാൽ കോളറക്ടൽ ക്യാൻസർ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. ഈ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈൽസ് ആകാം, ഫിഷർ ആകാം, വേറെ കുറേ കണ്ടീഷൻസ് ആവാം, അതായത് ആൻജിയോ ഡിസ്പ്ലേസിയ അങ്ങനെയൊക്കെ ആകാം. പിന്നെ നമ്മൾ ഈ ഡൈവർട്ടിക്കുലർ ബ്ലീഡ് അങ്ങനെയൊക്കെ പറയുന്ന ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അതുമൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ ഇത് പൈൽസാണ്, പോട്ടെ, സാരമില്ല എന്ന് അവഗണിക്കുന്നതിന് മുമ്പ് ഇത് ഇന്നത് തന്നെയാണ് എന്ന് നമ്മൾ ഒന്ന് കൺഫേം ചെയ്യണം. കാരണം ആദ്യമേ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജും ലാസ്റ്റ് സ്റ്റേജും നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈഫ് റിസ്ക് വരുന്ന രീതിയിൽ നമ്മളത് അവഗണിച്ച് ഒരു വലിയ കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകാതെ, അത് പൈൽസിനാണെങ്കിൽ പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ കോളറക്ടൽ ക്യാൻസർ ആണെന്നുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. ഇത് ഓൺലി ഓൾഡർ പീപ്പിൾ ഓൺലി ഗെറ്റ് ദിസ് കോളറക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അത് എത്രത്തോളം? അങ്ങനെ ഇല്ല. ഇപ്പോഴത്തെ ലാസ്റ്റ് 10 years 20 years ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും യങ്സ്റ്റേഴ്സിനാണ് ഈ അസുഖം ബാധിക്കുന്നതായിട്ട് കാണുന്നത്. ഡെഫിനറ്റ്ലി ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു നമ്മൾ ഇപ്പോഴത്തെ മാറി വരുന്ന ഫുഡ് ഹാബിറ്റ്സ്, ആൽക്കഹോൾ യൂസ്, സ്മോക്കിംഗ്, പറഞ്ഞ പോലെ ലോ ഫൈബർ ഡയറ്റ്, ഇൻക്രീസ്ഡ് കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ പ്രോബ്ലം. പിന്നെ റെഡ് മീറ്റ് യൂസും ഒക്കെ കൂടുന്നതനുസരിച്ചിട്ട് ഇതനുസരിച്ച് ഇത് കൂടും. If I don't have any symptoms, then I can't get this colorectal cancer. Screening. Until you are screened and you are ruled out that you don't have a disease, നമ്മൾ എപ്പോഴും ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിച്ചു. കോളറക്ടൽ ക്യാൻസർ എപ്പോഴും ഒരു ഫെയ്റ്റലാണ് എന്ന് പറയുന്നത്.
അപ്പാരൻ്റ്ലി മറ്റ് ക്യാൻസേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ക്യൂർ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഡിസീസ് ആണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതായത് നമ്മൾ കറക്റ്റ് സമയത്ത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആൻഡ് ദാറ്റ് പേഴ്സൺ ഇസ് ഗോയിങ് ടു ലീവ് ഫോർ 100 years. ഓക്കെ, പിന്നെ ഇത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് മാത്രമേ ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. ഫാമിലി ഹിസ്റ്ററിയിൽ ഇല്ല, അപ്പം എനിക്ക് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഫാമിലി ഹിസ്റ്ററി ഐ വുഡ് സേ ഒരു 20-30% മാത്രമേ ഒരു ആക്റ്റീവ് റോൾ ഉള്ളൂ. കൂടുതലും നമ്മളുടെ ഡയറ്റ്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതിന് കൂടുതലൊരു പങ്ക് വഹിക്കുന്നത്. പിന്നെ ഇതിന്റെ സ്ക്രീനിങ് പ്രൊസീജിയർ ഇസ് വെരി പെയിൻഫുൾ ആൻഡ് ഡേഞ്ചറസ്. നമ്മളത് ചെയ്താൽ അത് പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂലോട്ട് പോകും, അങ്ങനെ പറയുന്നത് അതായിരിക്കും ഒരു മിത്ത് എന്ന് പറയുന്നത്. അത് പെയിൻഫുൾ അല്ല, ഡേഞ്ചറസ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ചില ഡിപ്പെൻഡ്സ് ഓൺ ദ ടോളറൻസ് ഓഫ് പെയിൻ. അതായത് ചില ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, അവർക്ക് കുറച്ച് പെയിൻ, കുറച്ച് ഈ വയറിന് കുടലിനകത്ത് കുറച്ച് ഗ്യാസ് വരുമ്പോൾ കുറച്ചൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. അല്ല പെയിൻ കാണത്തില്ല. അത് അത്രയും അപ്രിഹെൻസീവ് ആയിട്ടുള്ളവർക്ക് നമുക്ക് അണ്ടർ സെഡേഷൻ നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആണുങ്ങളിൽ മാത്രമേ ഇത് കാണുള്ളൂ, മെയിൽസിൽ മാത്രമേ ഇത് ഉണ്ടാവുന്നുണ്ടോ? അത് ഫീമെയിൽസിനും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്? മെയിൽസിനും ഫീമെയിൽസിനും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന ക്യാൻസർ. ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവർ മാത്രം സ്ക്രീനിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയോ, അതേ നോർമലി ആയിട്ട് ഒരു പ്രശ്നമില്ലാത്തവരും ഈ ഒരു റുട്ടീൻ സ്ക്രീനിങ്ങിലോട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? സ്ക്രീനിങ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള സിംറ്റംസ് ഒന്നും ഇല്ലാത്ത, ഒരു ലക്ഷണങ്ങളും ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. അപ്പം 50 വയസ്സിന് ശേഷം ഉള്ള എല്ലാ ആൾക്കാർക്കും, ബീറ്റ് മെയിൽ ഓർ ഫീമെയിൽ, 3 വർഷം 5 വർഷം കൂടുമ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് നമ്മൾ 5 years കൂടുമ്പോൾ കൊളോണോസ്കോപ്പി ചെയ്യുന്നതിന് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അവർക്ക് യാതൊരു സിംറ്റവും കാണത്തില്ല. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് കുറെ കൂടെ നേരത്തെ സ്ക്രീനിങ് തുടങ്ങുകയും, അതൊക്കെ പല സിൻഡ്രോംസ് ഉണ്ട്, APC, FAP എന്നൊക്കെ പല സിൻഡ്രോം, അങ്ങനെയൊക്കെ ഉള്ള റൺ ചെയ്യുന്ന ഫാമിലീസിൽ സ്ക്രീനിങ് കുറെ കൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. 40 വയസ്സിലോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പത്തിൽ ആ ഫാമിലിയിൽ ഒരാൾക്ക് അസുഖം വന്നു കണ്ട് ആ ഏജ് തൊട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം അതും ഈ പറഞ്ഞ പോലെ അപ്പാരൻ്റ്ലി ആ ആൾക്കാരൊക്കെ നോർമലായിരിക്കും, സിംറ്റംസ് പോലും കാണത്തില്ല. പക്ഷേ സ്ക്രീനിങ് അവർക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കുറെ കൂടെ ഫ്രീക്വൻറ്റ് സ്ക്രീനിങ് ആയിരിക്കും, ഡ്യൂറേഷൻ കുറവായിരിക്കും. That's it for today, Dr. Anush Mohan. Thank you for joining us to do this podcast for us. Thank you. Thank you.